21 പ്രാവശ്യം പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലെ പുണ്യമാക്കപ്പെട്ട ഈ സൂറത്ത് നിങ്ങൾ പാരായണം ചെയ്താൽ നിങ്ങളുടെ ഹലാലായ ഏത് ആവശ്യവും പടച്ച തമ്പുരാൻ സഫലമാക്കി തരുമെന്നുള്ളതാണ്. അള്ളാഹു ഏത് ആവശ്യവും നിറവേറ്റി തരുമെന്നുള്ളതാണ്. 21 പ്രാവശ്യം ഓതിയാൽ മതി. ഇൻഷാ അല്ലാഹ് ഏതാണ് ആ സൂറത്ത് എന്നും ഏതൊക്കെ മര്യാദകൾ പാലിച്ചിട്ടായിരിക്കണം നമ്മൾ ഓതേണ്ടത് എന്നുകൂടി പഠിക്കേണ്ടതുണ്ട്. അതൊക്കെ വളരെ വിശദമായിട്ട് ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ഈ സൂറത്തിനുള്ള മറ്റു നേട്ടങ്ങൾ എന്തൊക്കെയാണ്? ആഗ്രഹ സഫലീകരണം മാത്രമാണോ? ആവശ്യം നിറവേറുന്ന ഒരു കാര്യം മാത്രമാണോ പ്രിയപ്പെട്ടവരെ? ഒരിക്കലുമല്ല. ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാൻ കഴിയും ഈ പുണ്യമാക്കപ്പെട്ട സൂറത്തിനെ പാരായണം ചെയ്യൽ കൊണ്ട് ഇൻഷാ അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കണമെന്ന് ആഗ്രഹമുള്ളവരാരെങ്കിലും ഉണ്ടോ? എങ്കിൽ ഇൻഷാ അല്ലാഹ് ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഒരു സൂറത്തിനെ പരിചയപ്പെടുത്തി തരുന്നുണ്ട്. ആ സൂറത്ത് ഈ വീഡിയോയിൽ പറയുന്ന വിധത്തിൽ നിങ്ങൾ ഓതിക്കഴിഞ്ഞാൽ ദുനിയാവിലെ മുഴുവൻ കാര്യത്തിലെയും വിജയിയാകാൻ കഴിയും, ആഖിറത്തിലെയും വിജയിയാകാൻ കഴിയും. പരിപൂർണമായൊരു വിജയമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ പ്രിയപ്പെട്ടവരെ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഇൻഷാ അല്ലാഹ് അള്ളാഹു നമ്മളെയൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. വീഡിയോ മുഴുവനായിട്ട് കാണുക. നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരിലേക്ക് നമ്മുടെ വീഡിയോ അയച്ചു കൊടുക്കുക. ആഗ്രഹ സഫലീകരണത്തിനും വിജയം ലഭിക്കാനും ഏതാണ് ആ സൂറത്ത് എന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് വീഡിയോയിലൂടെ വിശദമായിട്ട് പഠിക്കാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അതിനായി റബ്ബിനോട് ദുആ ചെയ്യുന്നു. അള്ളാഹു നമ്മളെയൊക്കെയും ഖൈറിന്റെ അഹലുകാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, വിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ എന്ന് പറയുന്നത് അത്ഭുതത്തിന്റെ കലവറയാണ്. അതിനകത്ത് ഒരു മുഅ്മിനായ മനുഷ്യനിക്ക് പരിഹാരമില്ലാത്ത ഒരു കാര്യവുമില്ല. ഏതൊരു പ്രശ്നത്തിനും, ഏതൊരു രോഗത്തിനും, ഏതൊരു വിഷയങ്ങൾക്കും പരിഹാരമുണ്ട് വിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ. അതിനെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ആത്യന്തികമായി നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ഒരു 10 മിനിറ്റ് അടങ്ങുന്ന വീഡിയോ ആണല്ലോ നമ്മൾ എല്ലാ ദിവസവും അപ്ലോഡ് ചെയ്യാറുള്ളത്. ഞങ്ങൾ എല്ലാ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നത് 10 മിനിറ്റ് അടങ്ങുന്ന ഒരു വീഡിയോ ആണ്. ചിലപ്പോൾ ഏതെങ്കിലും ഒരു വീഡിയോ 11-12 മിനിറ്റായി പോവുകയും ചെയ്യാം. എന്നാലും കുഴപ്പമില്ല, 10 മിനിറ്റിനകമാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഇൽമു പഠിക്കുന്നത്. ഓരോ ദിവസവും പഠിക്കുന്ന ഇൽമുകൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ വേണ്ടി പരമാവധി ശ്രദ്ധിക്കുക പ്രിയപ്പെട്ടവരെ. കാര്യം എല്ലാ ദിവസവും മുടങ്ങാതെ ഓരോ അറിവുകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതിലേതൊക്കെ ചെയ്യണമെന്ന സംശയം ഉണ്ടായേക്കാം. ചില നിങ്ങളെ കൊണ്ട് ഏതാണോ കഴിയുന്നത് അത് ചെയ്താൽ മതി. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, വളരെയേറെ ഉപകാരപ്പെടുന്ന ഒരു 10 മിനിറ്റാക്കി അള്ളാഹു നമ്മുടെ ഈ ഇൽമിനെ സ്വീകരിക്കുമാറാകട്ടെ. ഈ പറയാൻ പോകുന്ന സൂറത്ത് 21 പ്രാവശ്യം ഓതിയിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏത് കാര്യവും അള്ളാഹുവിനോടൊന്ന് ചോദിച്ചു നോക്കിയാൽ അള്ളാഹു ഉറപ്പായിട്ടും ആ സൂറത്തിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു തരുന്നതാണ്. വിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലെ 48-ാമത്തെ അധ്യായമാണ്. ഈ സൂറത്തിന് 29 ആയത്തുണ്ട്. ഏതാണ് ആ സൂറത്ത്? സൂറത്തുൽ ഫത്ഹ് എന്ന് പറയും. പ്രിയപ്പെട്ടവരെ, കേട്ടിട്ടുണ്ടോ? സൂറത്തുൽ ഫത്ഹ് എന്ന് പറഞ്ഞാൽ അത്ഭുതത്തിന്റെ കലവറ നിറഞ്ഞ ഒരു സൂറത്താണ്. ഈ സൂറത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 29 ആയത്താണുള്ളത്. സൂറത്തുൽ ഫത്ഹ്, ഫത്ഹ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താ അർത്ഥം? വിജയം എന്നാണ് പ്രിയപ്പെട്ടവരെ. വലിയ വിജയമാണ്. ഇപ്പൊ മക്കം ഫത്ഹ് എന്ന് പറയുമ്പോൾ മക്ക വിജയം. അതുപോലെ ഫത്ഹ് എന്ന വാക്ക് വിജയത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കപ്പെടുന്ന വാക്കാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ഈ സൂറത്ത് വെറുതെ ഇരുന്നങ്ങ് ഓതിയാൽ മതിയോ? പലർക്കും സംശയം തോന്നിയിരിക്കും, ഉസ്താദ് എപ്പോഴാണ് ഓതേണ്ടത്? വെറുതെ എപ്പോഴെങ്കിലും ഇരുന്നങ്ങ് ഓതിയാൽ മതിയോ? പ്രിയപ്പെട്ടവരെ, കുറച്ച് മര്യാദകളുണ്ട്. ഈ മര്യാദകൾ പാലിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ സൂറത്തിനെ ഓതാൻ കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു. അള്ളാഹു ഖൈറിന്റെ അഹ്ലുകാരിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ. നമ്മുടെ ആഗ്രഹങ്ങൾ മുഴുവനും അള്ളാഹു സാധിപ്പിച്ചു തരട്ടെ. പ്രിയപ്പെട്ടവരെ, നമുക്ക് പലതരത്തിലുള്ള ആഗ്രഹങ്ങളുണ്ട്. ഇതൊക്കെ സാധിപ്പിച്ചെടുക്കണമെന്ന് നമുക്കൊക്കെ കൊതിയില്ലേ? ഇൻഷാ അല്ലാഹ് പറയും. ഇൻഷാ അല്ലാഹ് കമന്റ് സെക്ഷനുകളിൽ നിങ്ങളുടെ ആഗ്രഹം എന്താണെന്ന്, നിങ്ങളുടെ ദുആ ചെയ്യാനുള്ള ആവശ്യം എന്താണെന്ന് ഇൻഷാ അല്ലാഹ് കമന്റ് സെക്ഷനിൽ അറിയിക്കുക. അള്ളാഹു നമ്മളെയൊക്കെ സ്വീകരിക്കട്ടെ. മര്യാദകൾ പഠിച്ചോളി. വുളുഓടുകൂടി ഓതുക എന്നുള്ളതാണ്. എങ്ങനെയെങ്കിലും ഇരുന്ന് ഉസ്താദ് എനിക്കത് കാണാതെ അറിയാം എന്ന് പറഞ്ഞ് വുളുവൊന്നും ഇല്ലാതെ ചെറിയ ശുദ്ധിക്കാരനായ രൂപത്തിൽ ഓതിക്കഴിഞ്ഞാൽ ശരിയാവുമോ? അതിനൊരു അദബുണ്ട്. ശുദ്ധ ഖുർആൻ പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ആവശ്യം മുന്നിൽ കണ്ടുകൊണ്ട് ഓതുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഉറപ്പായിട്ടും അതിനൊരു അദബ് നമ്മൾ പാലിക്കേണ്ടതായിട്ടുണ്ട്.
വുളൂഓട് കൂടി ഓതുക എന്നുള്ളതാണ്. അതുപോലെ അടുത്തൊരു മര്യാദയാണ് ഖിബിലയിലേക്ക് മുന്നിട്ടിരുന്ന് ഓതുക. ചമ്രം പടഞ്ഞിരിക്കാതെ. ചില ആളുകളുടെ ഇരുത്തമുണ്ട്, മതിലിൽ ചാരി കാല് ഖിബിലയ്ക്ക് നേരെ നീട്ടിയൊക്കെ വെച്ചുള്ള ഒരു ഇരുത്തം. ആ ഒരു ഇരുത്തമൊന്നും ഇല്ലാത്ത രൂപത്തിൽ നല്ല രൂപത്തിലുള്ള ഇരുത്തം ഇൻഷാ അള്ളാഹ് നല്ല അത്തഹയ്യാത്തിന്റെ രൂപത്തിലാണെങ്കിൽ അങ്ങനെ അതായിരിക്കും ഉത്തമം. ആ രൂപത്തിൽ ഇരുന്നു കൊണ്ട് അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ആഗ്രഹം മനസ്സിൽ കണ്ടുകൊണ്ട് ഖിബിലയിലേക്ക് മുന്നിട്ട് കൊണ്ടിരുന്ന് ഓതുക. ഔദു ബിസ്മി ഓതാനും ഔദുവും ബിസ്മിയും ഓതാൻ മറക്കാൻ പാടില്ല അത് ഓതുന്നതിന് മുമ്പ്. അതുപോലെ തന്നെ കാര്യം എന്താ പറഞ്ഞാൽ ഔദും ബിസ്മിയും എന്തിനാ ഓതുന്നത്? ശൈത്വാനിന്റെ ശല്യത്തിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടിയിട്ടാണ്. പിശാചിന്റെ ലഅനത്തുകളിൽ നിന്ന്, ശല്യങ്ങളിൽ നിന്ന്, ബുദ്ധിമുട്ടിപ്പിക്കലിൽ നിന്നൊക്കെ ഒഴിവാകാൻ വേണ്ടിയാണ് അത് ഉപയോഗിക്കുന്നത്. ഔദു ബിസ്മിയും പാരായണം ചെയ്യുക. അതുപോലെ തന്നെ അദബ് കേടുണ്ടാക്കാൻ പാടില്ല. കളിച്ച് ചിരിച്ചിരുന്ന് ഓതുക അങ്ങനെ പാടില്ല. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സംസാരിക്കാം, അതും പാടില്ല. അതുപോലെ കാലാട്ടി കളിച്ചിരുന്ന് ഓതുക, അത് പാടില്ല. അതുപോലെ തമാശകൾ കേട്ട് തമാശ പറഞ്ഞ് TV-യുടെ മുന്നിൽ ഇരുന്ന് ഓതുന്ന ഒരു പ്രവണതയുണ്ട് പ്രിയപ്പെട്ടവരെ. നമ്മളിൽ എത്ര പേർക്കുണ്ടെന്ന് അറിയില്ല, എന്നാലും അങ്ങനെയും കാണുന്ന ചില ആളുണ്ട്. TV-യിൽ ഇങ്ങനെ സീരിയൽ ഓടിക്കൊണ്ടിരിക്കും, അതിൻ്റെ മുന്നിൽ വന്നിരുന്ന ഖുർആൻ ഓതൽ. ഒന്നാലോചിച്ച് നോക്കിയേ, TV-യുടെ മുന്നിലിരുന്ന് ഖുർആൻ ഓതുന്ന ഉമ്മമാര് പഠിച്ചോ, അത് വളരെ അപകടമാണ്. അത് ഖുർആനിനെ അപമാനിക്കുന്നതിന് തുല്യമാണ്. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അപ്പോ അദബോടുകൂടി ഓതുക. അദബില്ലാത്ത ഒരവസ്ഥ ഉണ്ടാവാൻ പാടില്ല. സംസാരിക്കരുത്. ഇടയ്ക്ക് സംസാരിച്ച് അഥവാ സംസാരിക്കേണ്ടി വന്നാൽ എന്താ ചെയ്യാൻ പഠിപ്പിച്ചിരിക്കുന്നത്? പുണ്യമാക്കപ്പെട്ട ദീൻ ഏതായത്താണോ ഓതിക്കൊണ്ടിരിക്കുന്നത് ആ ആയത്ത് അവസാനിപ്പിച്ച് സ്വദഖല്ലാഹുൽ അലിയിൽ അലീം പറഞ്ഞതിന് ശേഷം സംസാരിക്കുക. പിന്നീട് ഔദു ബിസ്മി പറഞ്ഞ് തുടങ്ങുക എന്നുള്ളതാണ്. ഈ രൂപത്തിലായിരിക്കണം. നമുക്ക് എങ്ങനെയെങ്കിലും ഇടയ്ക്ക് വെച്ച് നിർത്തേണ്ടി വന്നാലുള്ള സാഹചര്യമാണ് പറയുന്നത്. അല്ലാതെ ചില ആളുകളുണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ് തുടങ്ങും, യാസീൻ വൽ ഖുർആനിൽ ഹകീം എന്നൊക്കെ പറഞ്ഞിങ്ങനെ ആയത്തുകൾ തുടങ്ങിയിട്ട് വീട്ടിലുള്ളവരോട് ഫാത്തിമ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. വീട്ടിലേക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് എന്തെങ്കിലുമൊക്കെ പറയാറുണ്ട്. വെള്ളം കൊണ്ടുപോകാൻ മോളെ, അൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ. എന്നിട്ട് അടുത്ത ആയത്തിൽ ഓതുന്നതിന് മുമ്പായിട്ട് എന്ത് ജോലി ചെയ്യണോ അല്ലെങ്കിൽ ഖുർആനോ, അങ്ങനെ ഓരോരോ ആവശ്യങ്ങളായിട്ട് സംസാരത്തിൽ ഏർപ്പെടുന്ന ഒരു പ്രവണത കണ്ടുവരാറുണ്ട്. പ്രിയപ്പെട്ടവരെ, അത് മോശമാണ്. വിശുദ്ധ ഖുർആനിനെ അപമാനിക്കുന്നതിന് തുല്യമാണ്. അതബില്ലാത്ത അവസ്ഥ കാണിക്കുന്നതിന് തുല്യമാണ്. അള്ളാഹു തആല കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഖുർആൻ ഓതുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ഒരുപാട് മര്യാദകൾ നമ്മൾ പാലിക്കേണ്ടതായിട്ടുണ്ട്. വിശുദ്ധ ഖുർആനാണ്, സാധാരണ ബാലരമയോ ബാലഭൂമിയോ ഒന്നും അല്ലല്ലോ ഖുർആൻ. അതുപോലെ മടക്കി പിടിക്കുന്നുണ്ട് ചില ആളുകൾ തറയിൽ വെച്ചിട്ടുണ്ട് ഖുർആൻ. ഓതുന്ന സമയത്ത് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ ഖുർആൻ തറയിൽ വെച്ചിട്ട് എഴുന്നേക്കുന്നത്. അതൊക്കെ വളരെ അദബ് കേടാണ്. എന്ത് ചെയ്യുക? ഖുർആൻ ഓതുമ്പോഴും പിടിക്കുമ്പോഴും കയ്യിൽ കൊണ്ടു നടക്കുമ്പോഴും ഒക്കെ നെഞ്ചിന് നേരെ സൂക്ഷിക്കുക. അതാണ് അദബ്. ഖുർആനോട് കാണിക്കുന്ന സ്നേഹവും മര്യാദയും അതാണ്. നിസ്സാര കാര്യമല്ലല്ലോ ഖുർആൻ എന്ന് പറഞ്ഞാൽ. ഉളുവോടുകൂടി അല്ലാതെ തൊടാൻ പാടില്ലാത്ത കാര്യമല്ലേ. അതുപോലെ തന്നെ ഉമ്മമാര് സഹോദരിമാര് മുടി ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഔറത്ത് മറച്ചിട്ടായിരിക്കാം പല ഉമ്മമാരും ഓതുക. മുടിയൊക്കെ വെളിയിൽ കാണിച്ചിട്ട് ഓതുന്ന ആ ഒരു പ്രവണത മാറ്റി വെച്ചിട്ട് എല്ലാം മറച്ച് നല്ല രൂപത്തിലിരുന്ന് റാഹത്തായി സുഗന്ധമൊക്കെ പൂശി ഖിബ്ലയിലേക്ക് മുന്നിട്ടിരുന്നു കൊണ്ട് പുണ്യമാക്കപ്പെട്ട സൂറത്തുൽ ഫത്ഹ് 21 പ്രാവശ്യം ഓതുക. 41 പ്രാവശ്യം ഓതിയാലും മതിയാകുന്നതാണ്. 41 പ്രാവശ്യം ഓതാവുന്നതാണ്. ഇനി അതിന് കഴിഞ്ഞില്ലെങ്കിൽ 21 പ്രാവശ്യം ഓതുക. ഒറ്റ ഇരിപ്പിൽ തന്നെ ഓതണം ഉസ്താദെ. ചില ആൾക്ക് 21 സൂറത്തുൽ ഫത്ഹ് എന്ന് പറയുമ്പോൾ ഇതൊരു പ്രയാസമായിട്ട് തോന്നിയേക്കാം. 21 സൂറത്തുൽ ഫത്ഹ് ഒക്കെ ഒറ്റ ഇരിപ്പിൽ എങ്ങനെ ഓതാൻ കഴിയും ഉസ്താദെ? ഒറ്റ ഇരിപ്പിൽ ഓതണ്ട. നിങ്ങൾക്ക് വേണമെങ്കിൽ 3 ദിവസം കൊണ്ട് ഓതാം, ഇല്ലെങ്കിൽ 5 ദിവസം കൊണ്ട് ഓതാം, ഇല്ലെങ്കിൽ 7 ദിവസം കൊണ്ട് ഓതാം. ഏതായാലും ഒന്ന് ഓതി പൂർത്തിയാക്കിയാൽ മതി. ഒന്നുകിൽ 21 സൂറത്തുൽ ഫത്ഹ്, ഇല്ലെങ്കിൽ 41 സൂറത്തുൽ ഫത്ഹ്. 3, 5, 7 ദിവസം എടുത്തുകൊണ്ട് ഓതിയാലും മതി. ഇങ്ങനെ ഓതിക്കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്നറിയോ? വിചാരിക്കാത്ത വഴിയിലൂടെ ആയിരിക്കും അള്ളാഹു നമ്മുടെ ആവശ്യം എന്ത് ചെയ്യണത്, അള്ളാഹു സാധ്യമാക്കി തരുന്നത്. ഏത് സങ്കടത്തിനും പരിഹാരമാണ് വിശുദ്ധ ഖുർആൻ. അത് മനസ്സിലാക്കുക. ഏത് വിഷമത്തിനും പരിഹാരമാണ് വിശുദ്ധ ഖുർആൻ. ആ ഖുർആനിനെ മുൻനിർത്തിയിട്ടാണ് നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്നത്. അള്ളാഹു ഒരിക്കലും നമ്മുടെ ദുആ തട്ടില്ല. നമ്മുടെ ആഗ്രഹങ്ങൾ അത് സ്വീകരിക്കാതിരിക്കില്ല. പ്രിയപ്പെട്ടവരെ, ഈമാനോടെ ഇഖ്ലാസോടുകൂടി ഓതുക. ഇത് പതിവാക്കിയാലുള്ള മറ്റൊരു പ്രതിഫലം ഞാൻ പറഞ്ഞു തരട്ടെ. ഈ ആഗ്രഹം സാധിക്കും എന്നതിനു പുറമെ ഇത് പതിവാക്കി കഴിഞ്ഞാൽ പാരത്രികമായിട്ടുള്ള ജീവിതവും ദുനിയാവിലെ ജീവിതത്തിലും അള്ളാഹു തആല വിജയം നൽകും എന്നുള്ളതാണ്, ഫത്ഹ് നൽകും എന്നുള്ളതാണ്.
ഇത് പതിവാക്കിയാൽ, ഇത് 21 വട്ടം ഓതുന്ന ആളിനെ കുറിച്ചല്ല പറയുന്നത്, ദിവസവും നമ്മൾ തബാറക്കല്ലതി ഓതുന്നത് പോലെ, യാസീൻ ഓതുന്നത് പോലെ, വാഖിഅ ഓതുന്നത് പോലെ, സൂറത്തുൽ ഫത്ഹും ദിവസവും ഒരു പ്രാവശ്യം ഏതെങ്കിലും ഒരു സമയത്ത് പതിവാക്കുന്നവരെ കുറിച്ചാണ് പറയുന്നത്. ദുനിയാവിലും ആഖിറത്തിലും പിന്നെ വലിയ ഫത്ഹായിരിക്കും, വലിയ വിജയമായിരിക്കും. അള്ളാഹു തരട്ടെ പ്രിയപ്പെട്ടവരെ. നമ്മളെയൊക്കെ അള്ളാഹു ഖൈറിന്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പഠിച്ചതും കേട്ടതുമായ ഇൽമ ജീവിതത്തിൽ കൊണ്ടുവരാൻ പടച്ചതമ്പുരാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.